മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് ചമ്പക്കുളം മൂലം വള്ളംകളി ഫാൻസ് വളരെ വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലാണ് കോലം കത്തിച്ചതും അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും. എന്താണെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക്. ആദ്യമായി പൂക്കിയുടെ കോലം കത്തിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി. അതിത് തുടങ്ങി വെക്കുന്നത് ഈ മൂലം ജലോത്സവവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ കത്തിക്കല് ഒരു ചെറിയ സംഭവമായിട്ട് അവസാനിക്കില്ല. കേരളത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ ഈ മുഖ്യമന്ത്രിയെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു. കുട്ടനാട് MLAയുടെ സബ്മിഷന് മറുപടിയായാണ് ചമ്പക്കുളം മൂലം വള്ളം കളിക്ക് കുട്ടനാട് താലൂക്കില് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വാക്ക് കൊടുത്തിട്ട് ആ മൈക്ക് ഓഫ് ആയിട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീശൻ ഒരു കാരണവശാലും ഞാൻ അവധി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞതും വളരെ വളരെ വിവാദമായതാണ്. ഒരു സൈഡില് ഞാൻ നിങ്ങൾക്കെല്ലാം തരാം, മറ്റൊരു സൈഡില് എന്റെ ഇപ്പൊ തരും അല്ലെങ്കിൽ നോക്കിയിരുന്നോ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെയാണോ ബാക്കി എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി ഡീല് ചെയ്യാൻ പോകുന്നത്? കാരണം മൂലം വള്ളം കളിക്ക് അവധി വേണം എന്നൊരു പ്രാദേശിക അവധി വേണമെന്ന് പറഞ്ഞ് ചോദിച്ച ആ ഒരു MLA പറഞ്ഞൊരു വാചകമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായം കൊണ്ട് എനിക്ക് അവധി വേണമെന്ന് ചോദിച്ചതല്ല, ഒരു പ്രദേശവാസികളുടെ അഭിപ്രായത്തിന് ശബ്ദമായിട്ട് ഞാൻ നിയമസഭയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിനെയാണ് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് പറഞ്ഞതെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പണ്ടൊക്കെ കോമഡി കാരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിനിമകളൊക്കെ കണ്ടാൽ മതി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്ക് നിയമസഭയിലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓരോ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ പോലും കോമഡി ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയുടെ കാര്യം. കാരണം ഇപ്പൊ പറഞ്ഞതല്ല പിന്നെ പറയാം, നിലപാടുകളുടെ രാജകുമാരനൊക്കെയായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് പ്രതിപക്ഷ സ്ഥാനത്ത് വന്നപ്പോൾ. എന്നാൽ PMC പദ്ധതി നടപ്പാക്കുന്നതിന്റെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾ PMC പദ്ധതി ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ PMC പദ്ധതിയൊക്കെ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട് പോയതാണല്ലോ. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട പദ്ധതി ഞങ്ങൾക്ക് എങ്ങനെയാണ് പിൻവലിക്കാൻ കഴിയുന്നത്? എന്താണ് അദ്ദേഹം ചോദിച്ചത്? അപ്പോൾ വാക്കിന് വ്യവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചാൽ 24 മണിക്കൂർ പോലും ഇപ്പോൾ പറഞ്ഞ വാക്ക് നിലനിൽക്കില്ല, പ്രാബല്യത്തിൽ വരില്ല എന്നാണ് ഇപ്പോൾ VD സതീശനെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള അഭിപ്രായം. കാരണം ഉദാഹരണത്തിന് ഇത് VD സതീശന് മാത്രം കുഴപ്പമൊന്നുമല്ല കേട്ടോ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ നമ്മുടെ KM ഷാജി വരെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അങ്ങ് അറബിക്കടലില് എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ PMC പദ്ധതി നടപ്പാക്കില്ല, അത് വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ ആ ചവറ്റുകൊട്ട ഉൾപ്പെടെ ഞാൻ അറബിക്കടലിലേക്ക് താഴ്ത്തുമെന്നാണ് KM ഷാജി പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ നേരെ തിരിഞ്ഞു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ പലതും പറയും, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലതും പറയും. കാരണം പ്രസംഗത്തിന്റെ പ്രാസം കൂട്ടാനായിട്ട് ഞാൻ സംസാരിക്കും. അതൊക്കെ ഓർത്തു വെക്കേണ്ട കാര്യമുണ്ടോ? അധികാരത്തിൽ കയറിയിട്ട് 4ാമത്തെ നാൾ ആരെങ്കിലും പുസ്തകങ്ങൾ അറബിക്കടലിൽ വലിച്ചെറിയുമെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് ഇവിടെ അതായത് ഈ VD സതീശനോടും ഈ മന്ത്രിസഭയിലെ ആളുകളോടും പ്രത്യേകിച്ച് KM ഷാജിയോട് ചോദിക്കാൻ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഓന്ത് പോലും നിങ്ങളുടെ അത്രയും വേഗം നിറം മാറുകയില്ല എന്നാണ് പറയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന്. കാരണം ഡയറക്റ്റ് ആയിട്ട് ഒരു സാധാരണക്കാരൻ പോലുമല്ല നിങ്ങളോട് അവധി ചോദിച്ചത്, അവധി അഭിപ്രായപ്പെട്ടത് ആരാണ്? ഒരു MLA ആണ്. ആ MLAയുടെ വാക്കിനെ പോലും എന്നാലും നിയമസഭയിൽ പുറത്തിറങ്ങിയിട്ട് ഞാൻ അത് തരില്ല, ഒരു കാരണവശാലും തരില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ. അതേസമയം അതേ നിയമസഭയിൽ അതേ വേദി പങ്കിടുന്ന ആളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ മൈക്ക് ചതിച്ച് ആശാനെ എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോ. എന്താണ് ഒന്നൊന്നര പണിയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞേക്കുന്നത് ഓഫ് ദ റെക്കോർഡാണെന്നാണ് പറഞ്ഞത്. കാരണം മൈക്ക് ഓഫാണ്, അത് ടെലികാസ്റ്റ് ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ടെലികാസ്റ്റ് ഒന്നും ഇനി ചെയ്യുമൊന്നും വേണ്ട. ഇപ്പൊ എല്ലാവരുടെയും ട്രോൾ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കയറി ഇറങ്ങിയിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഫേസ് കട്ടാണ്. എവിടെ തിരിഞ്ഞാലും മയമാണ്. ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും മയം, എന്ത് പറഞ്ഞാലും മയം. ഇപ്പൊ അധികാരത്തിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഞങ്ങൾക്ക് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയെന്നാണ്. ചിരിച്ചോണ്ട് തന്നെ നിങ്ങളെ ആട്ടിവിട്ടില്ലേ? ഇതാണ് ശരിക്കും മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ സ്വഭാവ ഗുണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു സ്വഭാവം, മരണവശത്ത് വരുമ്പോൾ മറ്റൊരു സ്വഭാവം. മൈത്രേയൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കഥ പോലെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു ഒരു ഇന്റർവ്യൂല്. പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ, എല്ലാ ദിവസവും ഒരാള്
വല ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. കാരണം ആ വലയിൽ നിന്നാണ് എനിക്ക് ഒരുപാട് മീനുകൾ കിട്ടിയത്. അപ്പൊ എനിക്കതൊന്നും ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. ഞാൻ പണക്കാരനായിട്ടുണ്ടെങ്കിൽ ആ വല കൊണ്ടാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ വിചാരിച്ചു ഭയങ്കര ഭയഭക്തിയുള്ള ഒരാളാണ്. പക്ഷെ അയാളെ പിടിച്ച് ഏതോ ഒരു തലവനാക്കി കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ അയാൾ ആദ്യം വലിച്ചത് ആ വലയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അധികാരം കിട്ടിയില്ലേ, ഇനി എനിക്ക് വലയുടെ ആവശ്യമുണ്ടോന്ന്. ഇതേപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയത്. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഒരു ഭാഷ, മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ മറ്റൊരു ഭാഷ. ചുരുക്കി പറഞ്ഞാൽ പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി. കറക്റ്റ്. പൂക്കി മുഖ്യമന്ത്രി, ആദ്യം പൂക്കി മുഖ്യമന്ത്രി ആയിരുന്നു, ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബെക്കാടി മുഖ്യമന്ത്രി. ഇപ്പോൾ എന്താ മൂലം വള്ളംകളി ഫാൻസ് പൂക്കി മുഖ്യമന്ത്രിയുടെ കോലം വരെ എടുത്ത് കത്തിച്ച് കളഞ്ഞിരിക്കുക. അത് ഏറ്റവും വലിയൊരു കോമഡി ആയിട്ടാണ് എടുത്ത് കത്തിച്ച് കളഞ്ഞിരിക്കുന്നത്. ഇനി കത്തിച്ച് കളഞ്ഞവർക്കെതിരെ വല്ല കേസും വരുമോ? കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ അങ്ങ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അധികാരത്തിൽ കയറി വന്നാൽ പിണറായി വിജയനെ പോലെ അത്ര കർക്കശമായിട്ടുള്ള മുഖ്യമന്ത്രി ഒന്നും ആയിരിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആരൊക്കെയാണോ ഇദ്ദേഹത്തെ വിമർശിച്ചത് അവരുടെയൊക്കെ തൊപ്പിയും തെറപ്പിച്ചിട്ടുണ്ട്, സ്ഥാനവും തെറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത്രയുള്ള ഒന്നുമല്ല, അത്യാവശ്യം ഫ്രീഡം ഞങ്ങൾക്ക് തരുന്നുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും, ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുമെങ്കിലും ഇപ്പോൾ തരും എന്ന മട്ടിലാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് അങ്ങ് വിചാരിച്ചോളുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രദേശവാസികൾക്ക് അവധി കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ, പ്രത്യേകിച്ച് സ്കൂളിൽ അവധി കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പരിഗണിക്കാം അല്ലെങ്കിൽ കൊടുക്കാം എന്ന് സമ്മതിച്ച ശേഷം മൈക്ക് ഓഫ് ചെയ്തോന്ന് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല. അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചുക്കും ഞാൻ ചെയ്യില്ല, ഒരു കാരണവശാലും ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞാണ് കളിയാക്കിയിരിക്കുന്നത്. പൂക്കി മുഖ്യമന്ത്രിയുടെ അവസ്ഥ. കേരളത്തിലെ മുഖ്യമന്ത്രി, ചിരിക്കുന്ന മുഖ്യമന്ത്രി കിട്ടി, ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് ആഘോഷ രാവാണ് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗുകാർക്കായിരുന്നു ഏറ്റവും വലിയ മേളം. നിങ്ങളിപ്പോ ഇങ്ങനെ വള്ളംകളിയുടെ പ്രശ്നമൊക്കെ ആവുകൊണ്ടാണ് ഇങ്ങനെ സമ്മതിക്കാത്തത്. വല്ല പെരുന്നാളൊക്കെ ആയിക്കോട്ടെ, ഒരാഴ്ചത്തേക്ക് അങ്ങ് അവധി അങ്ങ് കൊടുക്കും. ഇതാണ് പ്രീണന രാഷ്ട്രീയം. ഇനിയും നിങ്ങൾ ഇങ്ങനെ നാണം കെടേണ്ടതാണ്. കാരണം ഇവിടെ പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്നൊരു ചൊല്ല് ഏറ്റവും കൂടുതൽ അടിക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്ത മതേതരന്മാർക്കാണ്. മതേതരം വൺ സൈഡ് മാത്രമാണെന്ന് ഇവർക്ക് അറിയാതെ പോയി. കാരണം ചില പ്രീണന ഭാവികൾക്ക് മാത്രമാണ് മതേതരം പറയാൻ അവകാശമുള്ളൂ. കാരണം അവരുടെ വിശ്വാസത്തിനും അല്ലെങ്കിൽ അവരുടെ കാര്യത്തിനു വേണ്ടി മാത്രമാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുൻഗണന കൊടുക്കുകയുള്ളൂ. കാരണം മറ്റുള്ളവരെല്ലാം ഇവർക്ക് ഹറാമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുകയില്ല. കാരണം ഇപ്പോൾ തന്നെ PM ശ്രീ പദ്ധതിയുടെ കാര്യമാണെങ്കിലും സമസ്തക്കാർക്കും ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര എതിർപ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ രണ്ട് നിലപാടിൽ ഇരിക്കുകയാണ്, വെട്ടിലായിരിക്കുകയാണ് ശരിക്കും. അതേപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിനും സർക്കാർ എടുത്ത നിലപാടല്ല, സമസ്തയുടെ മുഖപത്രത്തിൽ പോലും വീര്യം കെട്ട നയം എന്നൊക്കെ പറഞ്ഞാണ് വന്നേക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിമർശനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സമസ്തക്കാരിന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ അടുത്തുനിന്നും ഒക്കെയാണ്. അതായത് കാന്തപുരം മുസ്ലിയാരൊക്കെയാണ്, ഇപ്പോൾ പാണക്കാട് വീട്ടിൽ നിന്നൊക്കെയാണ് സതീശനെ ഏറ്റവും കൂടുതൽ തീരുമാനമെടുക്കാനുള്ള എപ്പോഴും വിളികൾ വരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ. ഒരു കാര്യം തീരുമാനിക്കാനായിട്ട് പല മത നേതാക്കളുടെയും മതസ്ഥാപകരുടെയും ഒക്കെ അഭിപ്രായം ആരായുക എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം അധപതിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ അധപതിച്ചിരിക്കുന്നവർക്ക് ഇവിടെ വള്ളംകളിക്ക് അവധി കൊടുക്കാൻ മാത്രം സമയമില്ല. കാരണം എന്താ, അത് അവരുടെ മതമായിട്ട് ബന്ധപ്പെടാത്തതുകൊണ്ടാണോ നമുക്ക് അറിയുകയില്ല. എന്ത് തന്നെയാണെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ നിങ്ങൾ അധികാരത്തിൽ കയറി, ഇനി 5 വർഷം നിങ്ങളെ ഞങ്ങൾക്ക് സഹിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊരു അപേക്ഷയാണ്, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും, പ്രത്യേകിച്ച് മൂലം വള്ളംകളി ഫാൻസിന് എല്ലാവർക്കും ഉള്ള ഒരു അപേക്ഷയാണ്. എല്ലാവരെയും, എല്ലാ മതത്തെയും മതവിശ്വാസങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൂക്കി മുഖ്യമന്ത്രി ഏറിക്കേറും. മലയാളികളാണ് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഠിം എന്ന് പറഞ്ഞ് താഴ്ത്തേക്കിടാനും മലയാളികൾക്ക് ഒരു 5 സെക്കൻഡ് പോലും സമയം വേണ്ട.